അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ എടുത്ത് പുറത്തേക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ സോനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ പണിയെടുക്കാൻ. അമ്പാടി എന്താ പറയുക ഒതുക്കി വെച്ചതൊക്കെ എടുത്ത് പുറത്തേക്ക് പിന്നെയും വലിച്ചിടുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക പണിക്കാർ വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഫ്രിഡ്ജും അതുപോലെ ഊൺമേശയൊക്കെ അവരോട് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. കാരണം അത് ഞങ്ങൾക്ക് എടുത്ത് പൊന്തിച്ച് പുറത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. അലമാരയും കട്ടിലൊന്നും പുറത്തേക്ക് വെച്ചിട്ടില്ല. പിന്നെ അത് എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അകത്തേക്ക് തന്നെ കൊണ്ടുവയ്ക്കാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ അതൊക്കെ ഉള്ളിൽ തന്നെ വെച്ചു. പിന്നെ കടയ്ക്ക് അതേപോലെ ഒന്ന് ചാരി വയ്ക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓടൊക്കെ ഇറക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ പണിക്കാർ വരുമ്പോഴേക്ക് ഓടൊക്കെ ഇറക്കി ഒക്കെ ഒന്ന് അവിടെയൊക്കെ തട്ടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓടൊക്കെ ആദ്യം വേഗം ഇറക്കി വെച്ചാൽ കുറേ ഓടുകൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ എന്താ ഈ തേങ്ങ വീണിട്ടൊക്കെ അപ്പോൾ ഓട് കുറേ പൊട്ടിയുണ്ട്. പിന്നെ പട്ടിക കമ്പിയാക്കണം കേട്ടോ. കൈക്കോല് കുറേ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പോൾ മൊത്തം ഈ ചുമര് എന്താ പറയുക കട്ടയാണ്, മണ്ണും കട്ടയാണ്. അപ്പോൾ അതാണ് വേഗം അമ്പാടീനെ നോക്കിക്കാം സോനിയ. അമ്പാടീനെ നോക്കിക്കാം. അതെടുക്കണോ? അതൊക്കെ തുറന്നത് കുപ്പിയോടക്കനെ തിന്നെയാണ്. എന്താ തിന്നണേ അമ്മേരെ ശബ്ദ്? എന്താ തിന്നണേ? മുട്ടക്കറി കൊടുക്കാം. മുട്ടക്കറിയും ചപ്പാത്തി. വീട് പൊളിക്കുകയും ചെയ്തപ്പോ അയാള് വരും ചെയ്ത എന്താ ചെയ്യാ? ഇന്നലെ വിളിച്ചത്ര അമ്മ. ബാലേട്ടൻ ഓടായിരിച്ചു ഞാന്, പേടിച്ചു പോയി. അച്ഛാ ശരിക്കും നിക്കിട്ടച്ചാ. ചേക്കള കാര്യം എന്താ പറഞ്ഞേന്ന്? പെൺകുട്ടികളാണ് മൂന്നെണ്ണേ. അതാണ് ആൺകുട്ടിയാണ് ചെപ്പോ ദാസേട്ട പാത്ത് അതിന്റെ മുകളിൽ കയറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇവിടെ ഇല്ലേ? ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പം അച്ഛന് എന്താ പറയുക ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ പറയുന്നു കേട്ടോ മേമ. എന്നാലും അപ്പു കൂടെ നിൽക്കണം കേട്ടോ. അപ്പുവിന് കഴിയുന്ന പോലെ അപ്പു ഒപ്പം നിന്ന് പണിയെടുക്കണം കേട്ടോ അച്ഛൻ്റെ കൂടെ. അപ്പോൾ ചോറുണ്ട് അടുപ്പത്ത്, ഒരടുപ്പത്ത് ഉപ്പേരി ഉണ്ട് കേട്ടോ, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ കൊണ്ടുവന്നിട്ട് അപ്പോൾ മീൻ നന്നാക്കി മസാലയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കും വേണം, വറക്കും വേണം. പിന്നെ അവർക്ക് കഴിക്കാനുള്ള അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മുട്ട റോസ്റ്റും പിന്നെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഓടൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേം വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടിനെ പുറത്ത് തൊട്ടിയിൽ കടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സോന് പോയിട്ട് നോക്കണുണ്ട്. ഉണന്ന് കിടക്കുക തോന്നുന്നുണ്ട്. തൊട്ടിൽ നല്ല സുഖത്തിൽ അവിടെ ഇങ്ങനെ കിടക്കണം കാറ്റും കൊണ്ടിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ചായ കുടിക്കാൻ അവർ വരാനായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. ഓനെ ദേഷ്യഭാവാണ്. ഓനെ കുറേ നേരമായിട്ട് വിളിക്കണു ഓനെ ചായ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ വരുന്നില്ല. ഓന് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം അവനെ പണിക്കൊന്നും കൂട്ടിയില്ല പറഞ്ഞിട്ട്. കാരണം ഓന് ഒന്ന് എടുത്ത് വെക്കാനൊന്നും ഓന് വയ്ക്കില്ല. ഓന് ഓടൊക്കെ ആകുമ്പോൾ മേലേക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പേടിയല്ലേ. അപ്പോൾ ഓന് വരുന്നില്ല. അപ്പോൾ അവരെ കൂടെ പണിക്കാരെ കൂടെ ഇരുന്ന് ചാടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അച്ഛൻ ഇവിടെ തിണ്ടെത്തി നിന്നിട്ട് അച്ഛനും കുടിക്കുന്നുണ്ട്. ഇനി അത് അവർ എണീറ്റ് വിട്ട് വേണം ഞങ്ങൾക്ക് മൂന്നാമത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും മേമയും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചായയുടെ കഴിഞ്ഞിട്ട് വേണം. ഇനി ഓടൊക്കെ ഉണ്ട് കുറേ ചതിൽ പിടിച്ച് മാറാലൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടണം. അതൊക്കെ അങ്ങനെ കാക്കല് ഈർക്കിൽ കുത്തി കയറി കാലുമിലൊക്കെ പൊട്ടി കറക്കണതൊക്കെ ഈർക്കണി അതിലൊക്കെ എന്താ എന്താ തിന്നണേ അമ്പാടി തന്നെ കേട്ടോ ഓടൊക്കെ വൃത്തിയാക്കണമൊക്കെ കേട്ടോ. കാരണം വേറെ ഒരാളെയും വിളിച്ചിട്ടില്ല പുറത്തുനിന്ന്. കാരണം പണിക്കാർ 2 ആളുണ്ട്, അല്ലാതെ വേറെ ആളെയും വിളിച്ചിട്ടില്ല. കാരണം പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ പാസ്സായതാട്ടോ. അപ്പോൾ 20,000 റുപ്യ പാസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒപ്പിച്ചിട്ട് അത് വേഗം ചെയ്യാമെന്ന് കരുതി. കാരണം ആകെ ചതിൽ പിടിച്ചിട്ടേ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചതിൽ തട്ടാനായിട്ട് ഞങ്ങൾക്ക് സമയമുള്ളൂ. കാരണം അത്രയും ചതിലാട്ടോ. കാരണം ചുമരൊക്കെ കട്ടയാണേ. അപ്പോൾ ആകെ വേഗം ചതിൽ പിടിച്ച് കയറുകയാണ്. അപ്പോൾ കുറേ കൈക്കോലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പട്ടികയും കമ്പിയാക്കി ഇട്ടുള്ളൂ. ഇനി അപ്പോൾ ഓടൊക്കെ മേലൊടങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ കഴിയുന്നൊക്കെ കേട്ടോ അവർ പറഞ്ഞത്. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടെ തന്നെ കിടക്കും വേണേ. അപ്പോൾ ഓടൊക്കെ വേഗം വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് എന്താ പറയുക മേമയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഓട്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛന് ഈ പൊടിയുടെ ഇതായിട്ടേ ഭയങ്കര ശ്വാസം മുട്ടല്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു മാറി നിന്നോളാൻ പറഞ്ഞിട്ടേ. അപ്പോൾ ഞങ്ങൾ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ നേരമായിട്ട് രാവിലെ തുടങ്ങിയ പണിയല്ലേ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്നോളി. കാരണം അച്ഛന് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ചുമ ശ്വാസം മുട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയുടെ അലർജി കൊണ്ട് അച്ഛന് ഭയങ്കര ഒരു കിതപ്പ്. അപ്പോൾ അച്ഛനോട് നിങ്ങൾ മാറുന്നോളൂ, ഞങ്ങൾ ചെയ്തോളാം. എന്നാലും അച്ഛൻ ഒപ്പം ഇങ്ങനെ കൊണ്ടിട്ടോ ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. കാരണം ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയരുത് ഞങ്ങളെ. ഇത് കയ്യും കൂടി ഞാനും കൂടി എല്ലാം കയറി. അതാണ് പ്രശ്നം. മക്കൾക്കൊക്കെ കാലും കൂടി ഇന്നലെ രാത്രിക്ക് കയറിയിരുന്നു. എന്നിട്ട് ഞാൻ ആ ജനലിന്മ കാല് അമർത്തി ചവിട്ടി നിന്ന് കുറച്ചു നേരം. ദാസേട്ടൻ അങ്ങനെ കാലും കൂടി കയ്യും കൂടി നെയ്യത്ത് കൂടെ കയറുക. ഞാൻ അങ്ങനെ കൊടുത്തു. ഒക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ. ഇനി മൂലോട് മാത്രം വെക്കാനുണ്ട്. ഇപ്പോൾ കുറേ മൂലോട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് പോരുന്നുണ്ട്. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ പോയി വാങ്ങി കൊടുന്നിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഓട് മേയ്ക്കലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി വൃത്തിയാക്കലിൻ്റെ പണിയുള്ളൂ കേട്ടോ. ഇനി
ഓട് മൊത്തം മേഞ്ഞു കേട്ടോ, മൂലോടൊക്കെ മേഞ്ഞ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് ഇനിയിപ്പോൾ വേറെ പണിയുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ആകെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കണം. അപ്പോൾ അമ്മ ഓരോ റൂം വൃത്തിയാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറേ ഓട് മുറ്റത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് നോക്കുന്നതാണ്. അപ്പോൾ അവിടെ കൂട്ടി വെക്കാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വെക്കണ പണി കേട്ടോ, ഭയങ്കര പണി. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓടും പുട്ടുകളാണ് ഇഷ്ടം പോലെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി പെറുക്കി ഒരു ഭാഗത്തേക്ക് കൂട്ടണം. അപ്പോൾ കുറച്ചൊക്കെ പെറുക്കി അച്ഛൻ കൊണ്ടുപോയിട്ട് അവിടെ തൊടിയിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. പിന്നെ അടുക്കള ഭാഗത്ത് എന്താ പറയുക, കുറച്ച് പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇനി തേക്കണം. അപ്പോൾ ആൾ വന്നിരുന്നു കേട്ടോ ആര് നോക്കാൻ. അപ്പോൾ എത്ര ബില്ലായി എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ ബില്ലൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കണക്കുകൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ഫോണിൽ വീഡിയോ എടുത്ത് ചെയ്യുന്നു കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ പറയുക, അവർ ഒക്കെ എഴുതിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാൽ പാസ്സായിട്ട് പൈസ കിട്ടുന്നതാവട്ടോ. കാരണം കടമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ അച്ഛൻ ചെയ്തത് കേട്ടോ. കാരണം പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ട് പിന്നെ കൊടുക്കുക പറഞ്ഞിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, അത് കിട്ടിയിട്ട് വേണം ഇനി കടങ്ങൾ വീട്ടാൻ. ആയിട്ട് മിറ്റൊക്കെ ഒന്ന് നല്ല കഴുകിയിട്ടോ. ഇനി എന്താ പറയുക, അവിടെ അടുക്കളേൻ്റെ സൈഡിൽ ബാത്റൂമിൻ്റെ ഒക്കെ അവിടെ കുറേ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി. പിന്നെ അവിടെയൊക്കെ ചെതൽ ആകെ പൊട്ടി പൊളിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അച്ഛൻ്റെ പൈസ കൊണ്ടായിട്ടോ ചെയ്യുന്നത്. കാരണം ഒരാളെ വിളിച്ചിട്ട് ഒരു എന്താ പറയുക, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അച്ഛനും അയാളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമെൻറ്റ് എന്താ പറയുക തേച്ച് കൊടുക്കണം. കാരണം അവിടെയൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചളിപൊളി ആയിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ സിമെൻറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അധികം എന്താ പറയുക ഇതൊന്നുമില്ല, കാരണം ചിലവൊന്നുമില്ല. കാരണം സിമെൻറ്റും മണലൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂലി മാത്രമേ പിന്നെ അച്ഛന് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് ആകെ ഒന്ന് കഴുകണം കേട്ടോ അമ്മ. അപ്പോൾ ഉമ്മറ ഭാഗം ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോൾ വെള്ളം കാണുമ്പോൾ പിന്നെ അമ്പാടി അതിലേക്ക് ഇറങ്ങും. അപ്പോൾ അമ്പാടീനെ കുറക്കി കിടത്തിയിട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നത്. അപ്പോൾ അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കി എന്താ പറയുക ഇതാക്കുന്നുണ്ട് കേട്ടോ. ആകെ വെള്ളത്തിൽ പിടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പുറത്തേക്ക് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കിക്കണം. അപ്പോൾ അത് ആ ഏട്ടന് അച്ഛനെ കൂടെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ.